ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ആ നന്ദി കെട്ടവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കാൻ കാര്യം. ഇനി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രാഹുൽ, ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമല്ല. ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. എന്താ മഹിയേട്ടാ, എന്തൊക്കെയായി പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മതി അഭിനയം. നീ ആരാണെന്നും നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാ. ഇവിടെ നന്ദി കെട്ടവനെ, എന്റെ മകിയോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? അമ്മേ, ഞാൻ എടാ, നീ ഒന്നും പറയണ്ട. നിന്നെ കൊല്ലും ഞാൻ. ചതിയടാ നീ കാണിച്ചത്. ഇങ്ങനെയൊരു മകനെ എനിക്ക് വേണ്ട. ചാവ്, ചാവ് നീ. എനിക്ക് നീ കാണണ്ട. ഞാനൊന്നും ചെയ്തില്ല അമ്മേ. അമ്മേ, പോകാൻ പറഞ്ഞത്. മതി നാത്തൂനെ, ഇങ്ങനെ തല്ലല്ലേ. തല്ലല്ല, ഇവരെ കൊല്ലും ഞാൻ. എനിക്ക് മഹിയാ വലുത്. മഹിക്ക് ദ്രോഹം ചെയ്യുന്നത് ഞാൻ പ്രസവിച്ച മകനായ പോലും ഞാൻ വെറുതെ വിടില്ല. വേണ്ട ഗംഗേ, ആരും ഒന്നും പറയണ്ട. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. രാഹുൽ ഇനി വീട്ടിലുണ്ടാവില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. ഇവനല്ല മഹി ഇവിടുന്ന് ഇറങ്ങേണ്ടത്. ഇറങ്ങേണ്ടത് ഞാനാ. ഈ വിഷമത്തിനെ പ്രസവിച്ച ഞാനല്ലേ? അച്ഛന്റെ സ്ഥാനമുള്ളത് എന്നെ ചതച്ച് ഇവനെ പ്രസവിച്ച എനിക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ അവകാശമില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങി ഇവിടെ നിന്ന്. മാമ ഇവിടുന്ന്. അമ്മേ, അരുത്. ഇത് അമ്മയുടെ വീടാ. അമ്മ ഇവിടുന്ന് പോകാൻ പാടില്ല. അല്ല മഹി, ഞാൻ രാഹുലിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുക. എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. ഇനി ഞാൻ ഇവിടെ നിന്നാ എനിക്ക് അവരെ കൊല്ലേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇറങ്ങുക. അയ്യോ അയ്യോ മഹേട്ടാ, രാജി, രാജി, മഹേട്ടാ, രാജി, വേഗം കുറച്ച് വെള്ളം എടുക്ക്. ഒന്ന് മാറ്. രാജി, 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 കണ്ണു തുറക്ക്. രാജി, അങ്ങോട്ട് വെള്ളം കൊണ്ട് രാജി, കളിക്ക്. രാജി, രാജി, കണ്ണ് തുറക്കുന്നില്ലല്ലോ മഹേട്ടാ. നീ ടെൻഷൻ ആവാതെ ഗംഗേ. നമുക്ക് രാജി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ശരി, പിടിക്കും. രാജി എന്താ പെട്ടെന്ന് അങ്ങനെ ബോധം കെട്ട് വീണത്? എനിക്കാകെ പേടിയാവുന്നു മഹേട്ടാ. നീ വിഷമിക്കാതെ ഗംഗേ, ഡോക്ടർ നോക്കല്ലേ. രാജിക്കൊന്നും സംഭവിക്കില്ല. പാവം രാജി, രാഹുലേട്ടനെ വിവാഹം കഴിച്ചത് മുതൽ കണ്ണീര് തോന്നിട്ടില്ല. എന്നാലും രാഹുൽ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല. അവന്റെ ഭാര്യയല്ലേ രാജി. അവള് ബോധം കെട്ട് വീണിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ലല്ലോ. എത്രയൊക്കെ വെറുപ്പ് കാണിച്ചാലും രാഹുലിന്റെ മനസ്സിൽ രാജുவோട് സ്നേഹമുണ്ടെന്ന് തന്നെയാ ഞാൻ കരുതിയത്. ചിലരങ്ങനെയാ മഹേട്ടാ, അവർക്ക് അവരോട് മാത്രമേ സ്നേഹം കാണുള്ളൂ. രാഹുലേട്ടൻ ആ ഗണത്തിൽ പെട്ടതാ. അതല്ലേ
കൂടെ നിർത്തിയ മഹേട്ടനെ പോലും ചതിച്ചത്. എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട് ഗംഗെ. എന്താ മഹേട്ടാ? ഇനി രാജിയും രാഹുലിൻ്റെ ഒപ്പം ആയിരിക്കുമോ? അതാണോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധക്ഷയം ഉണ്ടായത്? അതേക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. വൈകാതെ സത്യങ്ങളെല്ലാം മഹേട്ടന് നേരിൽ ബോധ്യാവും. അന്ന് ഞാൻ പറയാതെ തന്നെ ശത്രുവിനെയും മിത്രത്തെയും മഹേട്ടന് മനസ്സിലാവും. നീ പറയുന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടെ നിൽക്കുന്നവർ ചതിക്കുമെന്ന് ഗംഗ സൂചന തന്നപ്പോഴൊന്നും ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം എനിക്ക് സത്യങ്ങൾ പലതും മനസ്സിലാവും. രാജിയുടെ കൂടെയുള്ള ആരാ? ഞങ്ങളാണ്. നിങ്ങൾ ഡോക്ടറെ വിളിക്കുന്നു. ആ വാ. ഡോക്ടർ വിളിപ്പിച്ചത് പറയാം. രണ്ടാൾക്കും ടെൻഷനൊന്നും വേണ്ട. സന്തോഷ വാർത്തയാ പറയാൻ പോകുന്നത്. രാജി പ്രഗ്നന്റ് ആണ്. രാജിയുടെ ഹസ്ബൻഡ് വന്നില്ലേ? ഇല്ല. രാജിയുടെ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുട്ടി നല്ല വീക്കാണ്. അമ്മയുടെ ആരോഗ്യമാണ് കുഞ്ഞിന്റെ ആരോഗ്യം, അത് മറക്കണ്ട. ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്യും. താങ്ക് യു ഡോക്ടർ. എന്താ രാജി, സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? ശരിയാ ചേച്ചി പറഞ്ഞത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമാണിത്. പക്ഷെ പൂർണ്ണമായി മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. രാഹുലിന്റെ കാര്യം ഓർത്തിട്ടാണോ ടെൻഷൻ? അതെ, രാഹുലേട്ടൻ ഇപ്പോഴും പൂർണ്ണ മനസ്സോടെ എന്നെ അംഗീകരിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്റെ കുഞ്ഞിനെ രാഹുലേട്ടൻ സ്നേഹിക്കുമെന്ന് പേടിയുണ്ട് എനിക്ക്. വിഷമിക്കാതെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. രാഹുലേട്ടന്റെ ചോരയല്ലേ ഇത്. സ്വന്തം കുഞ്ഞിനെ തള്ളിപ്പറയാൻ ഒരച്ഛനും സാധിക്കില്ല. അതെ, എന്നെ പറഞ്ഞാണ് ശരി. ഈ സമയം രാജി ഇങ്ങനെ വിഷമിച്ചാൽ അത് കുഞ്ഞിന് ദോഷം ചെയ്യും. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വേണം. അതിന് രാജി വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ. ഈ കുഞ്ഞിലൂടെ നീ രാഹുലേട്ടനെ മാറ്റിയെടുക്കണം. രാഹുലേട്ടനും ഒന്നിച്ച് സന്തോഷമുള്ള ഒരു ജീവിതം മാത്രമാണ് എന്റെ സ്വപ്നം. നിനക്കതിന് സാധിക്കും മോളെ. നിനക്കും കുഞ്ഞിനും സങ്കടവും ദോഷവും ഒന്നും ഉണ്ടാകാതെ നമുക്ക് രാഹുലേട്ടനെ നിയന്ത്രിക്കാം, അല്ലേ മഹേട്ടാ? അതെ, ഇപ്പൊ മറ്റൊന്നും ചിന്തിക്കണ്ട. രാജിയുടെ വയറ്റിൽ കിടക്കുന്ന ജീവനെ കുറിച്ചാവണം രാജി ചിന്തിക്കാൻ. ബാക്കിയൊക്കെ വഴിയെ ശരിയാവും. ഞങ്ങളെല്ലാം രാജിക്കൊപ്പം ഉണ്ട്. ഞാൻ ഈ വിവരം അമ്മയെ വിളിച്ച് പറഞ്ഞിട്ട് വരാം. രാജി വാ. രാജിയുടെ മുഖത്ത് ഇപ്പോഴും സങ്കടമാണല്ലോ. ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ രാജി? ഞാനിതൊക്കെ പറഞ്ഞു മഹേട്ടാ. എങ്കിലും രാഹുലേട്ടന്റെ കാര്യം ഓർക്കുമ്പോ രാജിക്ക് ടെൻഷനാ. രാജി പേടിക്കണ്ട, രാഹുലിനോട് ഞാൻ സംസാരിക്കാം. എല്ലാം ശരിയാവും, നിങ്ങൾ വാ. വാ രാജി. വാ വാ, നിങ്ങളെത്താൻ കാത്തിരിക്കായിരുന്നു ഞാൻ. സങ്കടത്തോടെയാണ് ഇവിടുന്ന് പോയതെങ്കിലും നല്ലൊരു വാർത്തയായിട്ടല്ലേ തിരിച്ചു വന്നത്. ഈ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി വരുന്നത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമല്ലേ മോനെ? ഈ വാർത്ത സന്തോഷത്തോടെ ആദ്യം കേൾക്കേണ്ടിയിരുന്നത് നമ്മളാരും അല്ലല്ലോ അമ്മേ. അവനെവിടെ? രാഹുല്, അവനെ വിളിച്ച് എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം.
രാഹുൽ രാഹുൽ ആ അവൻ മുറിയിലായിരിക്കും. ചിലപ്പോ ഇവിടുന്ന് വിളിച്ചാ കേൾക്കില്ല. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ദേ രാഹുലേട്ടൻ. രാഹുൽ, അമ്മ വിവരമൊക്കെ പറഞ്ഞില്ലേ? ഇവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ മഹി? പോത്തുപോലെ വളർന്നു, എന്നിട്ടും ബുദ്ധിയും ബോധവും സ്വയം ചിന്തിക്കാനുള്ള കഴിവും ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? രാഹുൽ, നിന്റെ മനസ്സിൽ എന്താണെന്ന് നീ ഇപ്പൊ പറയണം. രാജിയെ ഭാര്യയായിട്ട് അംഗീകരിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നീ തയ്യാറാണോ, അതോ നിന്റെ പഴയ സ്വഭാവത്തോടെ ജീവിക്കാനാണോ പ്ലാൻ? മഹേട്ടാ, ഇപ്പൊ ഈ അവസ്ഥയില് ഇവിടെ വെച്ചൊരു സംസാരം വേണോ? രാഹുലെ, നീ രാജി വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ഇനി നീ രാജി അങ്ങനെ തല്ലിയാൽ നിന്നെ പോലീസിൽ ഏൽപ്പിക്കുന്ന ഞാനായിരിക്കും. അത് മനസ്സിൽ വെച്ചേ ഇവിടുന്ന് മുന്നോട്ട് പോവാവൂ. രാഹുലെ, മഹി പറഞ്ഞത് കേട്ടല്ലോ. നിനക്ക് ഒരവസരം കൂടി തരിക മഹി. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഇങ്ങനെയൊക്കെ മക്കൾ വന്ന് വയറ്റിൽ ജനിച്ചു പോയാ എന്ത് ചെയ്യും? ഇവിടെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോടാ. മോനെ, നീ അവനെ വഴക്കു പറഞ്ഞത് എന്തായാലും നന്നായി. എത്ര വഴക്കു പറഞ്ഞാൽ ഇവൻ നന്നാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാമേ. ഞാൻ ഇതുവരെ എല്ലാം ക്ഷമിച്ചത് അമ്മയെ കൂടി ഓർത്താ. പക്ഷേ ഇനി അത് തുടർന്നാൽ ശരിയാവില്ല. അതെ മോനെ, അവനെ നമ്മൾ എങ്ങനെയെങ്കിലും നന്നാക്കി എടുത്തേ പറ്റൂ. അതിനുള്ള അവസരമൊക്കെ കഴിഞ്ഞു വന്നേ. ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിക്കാത്തതുകൊണ്ടാ അതെല്ലാം ആവർത്തിക്കാനും അതിലും വലിയ തെറ്റുകൾ ചെയ്യാനും തോന്നുന്നത്. ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചാൽ പാഠം പഠിക്കും. നന്നാവാനാണെങ്കിൽ നന്നാവും, അല്ലെങ്കിൽ ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞിട്ടാ ജ്വല്ലറിയിൽ ജോലി കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടി മുക്കാൻ നോക്കി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. മഹി, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയാ. നിനക്കിന്ന് സൊസൈറ്റിയിൽ ഒരു നിലയും വിലയും ഉണ്ട്. എല്ലാവർക്കും ബഹുമാനവും ഉണ്ട്. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് നാണക്കേട് വരുത്തി വെക്കരുത്. പിന്നെ രാജി ഇപ്പൊ ഗർഭിണിയുമാണ്. രാഹുൽ മറ്റൊരു രീതിയിലായിപ്പോയാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് രാജിയും ആ കുഞ്ഞുമായിരിക്കും. അതൊന്നും മറക്കരുത് മഹി. രാഹുലിന്റെ സ്വഭാവം നല്ലതാണെന്നോ അവൻ ചെയ്തത് ശരിയാണെന്നോ അല്ല ഞാൻ പറയുന്നത്. രാഹുല് നിന്റെ അനിയനാണ്. അവൻ വഴിതെറ്റിപ്പോയത് ചില ചീത്ത കൂട്ടുകെട്ടുകൾ കാരണമാണ്. അതിൽ നിന്ന് അവനെ നമുക്ക് മാറ്റിയെടുക്കാം. എടുത്തു ചാടി നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്താ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്റെ വാക്കുകളെ മോൻ അംഗീകരിച്ചാ മതി. നീയാണ് എനിക്കെല്ലാം. നിന്റെ തീരുമാനം എന്തായാലും അതിനൊപ്പം ഈ അമ്മയുണ്ടാവും. രാഹുലിനെ ചേർത്ത് നിർത്തി ഒരു നല്ല ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് നീ തന്നെ അവനെ നന്നാക്കി എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം മോനെ.
ഇത് തനിക്കുള്ള ഭക്ഷണം. പട്ടിണി കിടന്ന് മരിക്കണ്ടെങ്കിൽ കഴിച്ചോളൂ. എന്നെ എന്തിനാ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമില്ല. സമയമാവുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ പണം കൊടുത്ത് എന്റെ ആൾക്കാരെ വച്ചത്താക്കി എന്നെ ഇവിടെ എത്തിച്ചതല്ലേ? ഇപ്പോഴും നിന്റെ പിന്നിൽ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെ ഇത്ര ധൈര്യത്തില് നീ ഇങ്ങോട്ട് കയറി വരില്ല. സംസാരമൊന്നും വേണ്ട. വിശക്കുന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ചോളൂ. ഗംഗേ, ഇവനെ നീ കോടതിയിൽ എത്തിച്ചാൽ ഇവന്റെ ശരീരത്തിൽ കയറി ഇവനെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിക്കാം. അല്പം ക്ഷമിക്കാൻ ചേച്ചി. ധൃതി കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ കൂടി അത് ബാധിക്കും. തൽക്കാലം ഇവൻ ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഉടനെ തന്നെ ഇവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. ഇപ്പോൾ ഇവൻ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് അറിയിക്കാൻ ഒരു വീഡിയോ എടുക്കണം. ശരി, എന്നാ ഫോണിൽ അത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്തെടുക്ക്. എന്താ രാജി നീ ഇവിടെ നിൽക്കുന്നേ? ഞാൻ ഗംഗേജിയെ കാത്തു നിൽക്കുമായിരുന്നു. എന്താ രാജി, രാഹുലേട്ടൻ നിന്നെ വീണ്ടും ഉപദ്രവിച്ചോ? അതല്ല ചേച്ചി, എനിക്ക് ചേച്ചിയോടൊരു കാര്യം പറയാനുണ്ട്. പറ, എന്താ നിനക്ക് പറയാനുള്ളത്? അത് ചേച്ചി, ഞാൻ പറയുമ്പോ എന്നെ ഒരു സ്വാർത്ഥയായി ചേച്ചി കരുതരുത്. എന്റെ ഗതികേടുകൊണ്ട് പറയാണെന്ന് ഒന്നും മനസ്സിലാക്കണം. നീ കാര്യം പറ. എന്നോട് എന്തെങ്കിലും പറയാൻ എന്തിനാ ഈ മുഖവുര? അത് ചേച്ചി, രാഹുലേട്ടും മഹിയേട്ടനോട് ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു തവണത്തേക്ക് ചേച്ചിയും മഹിയേട്ടനും ഒന്ന് ക്ഷമിക്കണം. രാഹുലേട്ടനെ പോലീസിൽ പിടിപ്പിക്കരുത്. രാജി, ചേച്ചി ഒന്ന് എന്റെ അവസ്ഥ മനസ്സിലാക്കണം. ഒരു കളവിന്റെ പേരിൽ അറസ്റ്റിലായ എന്നും ആ കളങ്കം രാഹുലേട്ടനുണ്ടാകും. നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. എന്റെ കുഞ്ഞും ഒരു കവർച്ചക്കാരന്റെ കുഞ്ഞായി വളരേണ്ടി വരും. അത് മാത്രല്ല, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് രാഹുലേട്ടന്റെ ഭാര്യ എന്ന പേരുകൊണ്ട് മാത്ര. അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ അമ്മയ്ക്കും മറ്റുള്ളവർക്കും മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരും. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പേടിക്കണ്ട. ഈ പ്രശ്നത്തിന്റെ പേരില് രാഹുലേട്ടന് ഒരു കുഴപ്പവും വരില്ല. പിന്നെ രാഹുലേട്ടനെ പോലൊരാളെ സ്നേഹത്തിലൂടെ മാറ്റിയെടുക്കുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് മറ്റൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി പറയുന്ന എനിക്ക് മനസ്സിലായില്ല. ആ ഭദ്രൻ നമ്മുടെ കയ്യിലുള്ളിടത്തോളം രാഹുലേട്ടനുള്ളൊരു കടിഞ്ഞാണായിട്ട് നമുക്ക് അയാളെ ഉപയോഗിക്കാം. നിന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആ ഒരു കാരണം കൊണ്ട് തന്നെ രാഹുലേട്ടൻ നിർബന്ധിതനാവും. എന്തൊരു ഗതികേടാ ചേച്ചി, എന്റെ ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തേണ്ടി വരെ വരുന്നു. അങ്ങനെ വിഷമിച്ചിട്ടോ നിരാശപ്പെട്ടിട്ടോ കാര്യമില്ല രാജി. സ്നേഹം കൊണ്ട് നേടാത്തിടത്ത് തന്ത്രം കൊണ്ട് നേടിയെടുക്കണം. പക്ഷേ നിനക്കെപ്പോഴും ഒരു മുൻകരുതൽ ഉണ്ടാവണം. രാഹുലേട്ടൻ കാണിക്കുന്ന സ്നേഹപ്രകടനമൊന്നും ആത്മാർത്ഥം അല്ല എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവണം. മനസ്സിലായി. അഭിനയായിട്ടെങ്കിലും രാഹുലേട്ടൻ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാവും രാജി. നിനക്കും കുഞ്ഞിനു വേണ്ടി ഒരു പരീക്ഷണത്തിന് തയ്യാറാവുകയാണ് ഞാൻ. നീ എന്താ ആലോചിക്കുന്നത്? ആ ഭദ്രന്റെ കൂടെ വന്ന ആളെ കുറിച്ചാ. അയാൾ എന്നാലും എന്തിനാ ഞങ്ങളെ എല്ലാം അടിച്ചിട്ട് ഭദ്രനെയും രക്ഷിച്ചുകൊണ്ട് പോയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അയാളിനി മഹിയുടെ ആള് വല്ലതുമാണോ? അങ്ങനെയാണെങ്കിൽ സ്വർണം കുഴിച്ചിട്ട സ്ഥലത്ത് വെച്ച് തന്നെ അയാൾ മഹിയെ വിവരം അറിയിക്കില്ലേ? അതും ശരിയാണ്. അവനും കൂടി ചേർന്നാണ് ഭദ്രനെ രക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. വണ്ടി നിർത്തി ഭദ്രന് പാസ്പോർട്ടും ടിക്കറ്റും ക്യാഷും കൊടുക്കുകയായിരുന്നു ഞങ്ങൾ.
പെട്ടെന്ന് അവന്റെ സ്വഭാവം മാറിയത്? അവൻ ഞങ്ങളെ എല്ലാം അടിച്ചിട്ടിട്ട് ആ ഭദ്രനെ കൊണ്ടുപോയി. അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ല. എന്നിട്ട് ആ ഭദ്രൻ എവിടെയാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല, അതാണ് എന്റെ ടെൻഷൻ. ആ ഭദ്രൻ ആരുടെയും കയ്യിൽ പെടാതിരിക്കാനാ ഞാൻ അത്രമാത്രം റിസ്ക് എടുത്ത് ആ പോലീസുകാരുടെ കയ്യിൽ നിന്നും ഭദ്രനെ രക്ഷിച്ചത്. എന്നിട്ടും എനിക്ക് അയാളെ സേഫ് ആക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അയാൾ ആരുടെയെങ്കിലും കയ്യിൽപ്പെട്ട കോടതിയിലെത്തിയ ഞാൻ തീർന്നു. പിന്നെ വെറും പുഴു ജയിലിൽ കിടന്ന് നരകിക്കും. അതിന് ആ ഭദ്രൻ സത്യം പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ആ അതെ, പക്ഷേ അവനിപ്പോ എവിടെയാണെന്നോ ആരുടെ കയ്യിലാണെന്നോ അറിയാത്തോടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓ, എന്തായാലും ഞാൻ നിൽക്കുമ്പോ എന്റെ അടുത്ത് നിന്ന് അവനെ പിടിച്ചോണ്ട് പോയത് എനിക്കൊപ്പമുള്ള ആളല്ല. അവൻ എനിക്കെതിരാണ്. അങ്ങനെയുള്ള അവൻ ഭദ്രനെ കൊണ്ട് ഉള്ള സത്യങ്ങൾ മുഴുവനും പറയിപ്പിച്ചാൽ തീർന്നില്ലേ കാര്യം? പിന്നെ രക്ഷയുണ്ടോ? അതും ശരിയാണല്ലോ. ഉള്ള സമാധാനവും പോയി. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. അത് പറഞ്ഞാ പറ്റില്ല.